നമുക്കിപ്പം അർജുൻ കല്യാട് കൂടിയുണ്ട്. അർജുൻ കല്യാട്, കേരളം ശക്തമായ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി തന്നെ ഇന്നലെ ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. CPM-ന്റെ ജനറൽ സെക്രട്ടറി ഇതിനകത്ത് പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നടങ്കം ഒരുമിച്ചു നിന്ന് ഈ ബില്ലിനെ എതിർക്കാനല്ലേ സാധ്യത അർജുൻ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ഇതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ല. പ്രത്യേകിച്ച് UDF എന്നോ LDF എന്നോ വ്യത്യാസമില്ലാതെ ഇതിനെ ശക്തയുക്തം എതിർക്കുക എന്ന് തന്നെയായിരിക്കും കേരളത്തിൻ്റെ ഒരു പൊതു സമീപനം. നേരത്തെ പല ബില്ലുകളും കേരളത്തിൻ്റെ നിയമസഭ ഉൾപ്പെടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെതിരെ പ്രമേയം പാസ്സാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും കോൺഗ്രസും അതുപോലെ തന്നെ CPI-ഉം എല്ലാം ഇതിനെ ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളും എല്ലാം ഇതിനകത്തുള്ള എതിർപ്പായി ചൂണ്ടിക്കാണിക്കുന്നത് 4 കാര്യങ്ങളിലാണ്. ഒന്ന്, ഇതിൻ്റെ പേരിൽ കാതലായ രീതിയിലുള്ള ഒരു മാറ്റം വരുത്തിയത്, അതിൻ്റെ അടിസ്ഥാന ഘടന അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഇതിനകത്ത് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പേരിനകത്ത് മഹാത്മാഗാന്ധിയുടെ പേര് അപ്പാടെ തന്നെ മാറ്റിക്കൊണ്ട് ഒരു തരത്തിൽ പോലും അല്ലെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടി കഴിയാത്ത മറ്റൊരു പേര് കൊണ്ടുവരുന്നത് അത് ഈ പദ്ധതിയുടെ അടിസ്ഥാന ഘടന തന്നെ തകർക്കാനാണ് എന്നുള്ള വിമർശനം ഒന്നാമതായി കൊണ്ടുവരുന്നു. മറ്റൊന്ന് പ്രധാനമായും സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലാണ്. അതിൽ സംസ്ഥാനങ്ങൾക്ക് പ്രതിവർഷം ഈ പദ്ധതിയുടെ ഭാഗമായി 1.5 ലക്ഷം കോടി രൂപ വേണ്ടിവരും എന്നുള്ളതാണ് കണക്ക്. അതിൽ 60:40 എന്ന അനുപാതത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും 55,000 കോടിയിലധികം രൂപ സംസ്ഥാനങ്ങളുടെ മേൽ അധിക ബാധ്യതയായി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് സംസ്ഥാനങ്ങൾക്ക് താങ്ങാൻ വേണ്ടി കഴിയുന്നതല്ല തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളും ഒരു ഭാഗത്ത് ശക്തമായി വരികയാണ്. മറ്റൊന്ന് തൊഴിൽപരമായ കാര്യമാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 100-ൽ നിന്ന് 125 തൊഴിൽ ദിനമായി മാറ്റിയിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു കണ്ണിൽ പൊടിയിൽ തന്ത്രമായി ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഇതിനെ അവതരിപ്പിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അത് സ്വാഭാവികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ശരാശരിയായി 50 ദിവസത്തെ അത്തരം തൊഴിലുകൾ മാത്രമേ സാധാരണപ്പെട്ട തൊഴിലാളികൾക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല, അല്ലെങ്കിൽ 100-ൽ നിന്ന് 125 ആക്കി ഉയർത്തിയെന്നതുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിലേറ്റവും പ്രധാനമായി ഈ കാർഷിക സീസണിൽ ഉൾപ്പെടെ 60 ദിവസം ഒരു എന്താ പറയുക, ഇത് മരവിപ്പിക്കുന്ന നടപടികളിലേക്ക് അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ തൊഴിൽ നൽകാത്ത രീതിയിലേക്കുള്ള ഒരു വ്യവസ്ഥ കൂടി ഇതിൻ്റെ ഭാഗമായി ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വളരെ പ്രധാനമായും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കാണിക്കുന്നത്. മറ്റൊന്ന് ഭരണപരമായ കാര്യങ്ങളാണ്. സാധാരണ രീതിയിൽ കേരളത്തിൽ ഉൾപ്പെടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളരെ ശക്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഗ്രാമസഭകളും ഗ്രാമപഞ്ചായത്തുകൾക്കും ഒക്കെ ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അധികാരങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പദ്ധതി അവതരിപ്പിക്കപ്പെട്ട ബില്ല് പ്രകാരമാണെങ്കിൽ ആ അവകാശവും അധികാരവും എല്ലാം എടുത്തുകൊളഞ്ഞുകൊണ്ട് ജിയോ ടാഗിങ്ങിലും നിർമ്മിതമായിട്ടുള്ള നടപടികളിലേക്കും അതുപോലെ തന്നെ ബയോമെട്രിക് നടപടികളിലേക്കും ഒക്കെ കാര്യങ്ങൾ മാറും. അപ്പോൾ സ്വാഭാവികമായും ഗ്രാമസഭകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഒക്കെ അധികാരം എടുത്തു കളയും എന്നുള്ള വിമർശനവും ഒരു ഭാഗത്ത് ശക്തമാണ്. അങ്ങനെ ശക്തിയുക്തം ഇതിനെ എതിർക്കുക എന്നുള്ള നടപടികളിലേക്ക് തന്നെയാണ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളും പാർട്ടികളും എല്ലാം തന്നെ കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ശക്തമായ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക്, ഒരു എതിർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പൊതു പ്രതിഷേധവുമായി രംഗത്തിറങ്ങും. അതുപോലെ തന്നെ നിയമപരമായി നീങ്ങാൻ വേണ്ടി കഴിയുന്ന കാര്യത്തിൽ ഭരണതലത്തിലും അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൊഴിലുറപ്പ് ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് പാർലമെന്റിനുള്ളിലും പാർലമെന്റിന് പുറത്തും.